മഹത്വപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ ദൈവവചനവുമായി നിൽക്കുവാൻ വലിയവനായ ദൈവം എന്നെ ഇടയാക്കുന്ന വൻകൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് സഭയായി നമുക്ക് നൽകിയിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് യഥാർത്ഥ സാക്ഷ്യം എന്നാണ്. യഥാർത്ഥ സാക്ഷ്യം. അതിനാധാരമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 1-ാം പാഠഭാഗമായി വായിച്ചു കേട്ട ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് 28-ാമത്തെ വാക്യം. അപ്പോൾ നെബൂഖദ്നേസർ കൽപ്പിച്ചത്, ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സർവ്വദാനങ്ങളുടെ ഉറവിടമായ സ്വർഗീയ പരമപിതാവേ, ഈ അനുഗ്രഹമേറിയ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിൻ്റെ ആലയത്തിൽ കടന്നു വന്നിരിക്കുകയാണ് കർത്താവേ. ഞങ്ങൾ നിൻ്റെ വചനത്തെ ധ്യാനിക്കുവാൻ പോവുകയാണ്. ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ മനസ്സിനെയൊക്കെ കർത്താവേ നീ കരുതിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു, നീ നടത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നാം ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമാണ്. ഒരാളുടെ മുമ്പിൽ ഞാൻ ഒരു ക്രിസ്ത്യാനി എന്ന് പറയുവാൻ ഏറ്റവും എളുപ്പമാണ്. എന്നാൽ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്നത് ഇന്നത്തെ സമൂഹത്ത് ഒരു പാടായ ശ്രമകരമായ ഒരു അവസ്ഥയാണ്. ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്നത് ഇന്ന് നമ്മെ കാണുമ്പോൾ തന്നെ പലരും നമ്മെ ജഡ്ജ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ തന്നെ അയാളെ കുറിച്ച് അവർ പലതായി ചിന്തിക്കുന്ന ഒരു സമൂഹത്താണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ സാക്ഷ്യത്തിന് അത്രമേൽ പ്രാധാന്യം ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുക. ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് സാക്ഷ്യം എന്നത് വെറും വാക്കുകളിലല്ല, അവരുടെ വിശ്വാസത്തിലാണ് എന്ന് ഈ ഭാഗത്തിലൂടെ, അവരുടെ അനുഭവത്തിലൂടെ അവർ നമുക്ക് കാണിച്ചു തരുന്ന ഒരു അനുഭവ സംഭവത്തെയാണ് അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു നൽകുന്നത്. ഈ അധ്യായത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഇരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി ഞാൻ പറയാൻ പോകുന്നത്, ലോകം നമ്മെ വഴിതെറ്റിക്കും. ലോകം നമ്മെ വഴിതെറ്റിക്കും. ഒരു യഥാർത്ഥ സാക്ഷി എന്ന നിലയിൽ ലോകം നമ്മെ വഴിതെറ്റിക്കുവാൻ ശ്രമിക്കും. അതായത് 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുകയാണ് എങ്കിൽ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, ഒരു രാജാവ് അവിടെ ഒരു വലിയൊരു പ്രതിമ, സ്വർണ്ണ ബിംബത്തെ ഉണ്ടാക്കുന്നു. അതിനെ നമസ്കരിക്കുവാൻ അല്ലെങ്കിൽ അതിനെ ആരാധിക്കുവാൻ, അതിനെ വണങ്ങുവാനൊക്കെ ഒരു രാജകൽപ്പന പുറപ്പെടുവിക്കുന്നു. അത് സംഭവിച്ചില്ല എങ്കിൽ, അത് അങ്ങനെ ചെയ്തില്ല എങ്കിൽ അവരെ തീച്ചൂളയിലിട്ട് കളയുവാനായിട്ട് ഒരു രാജകൽപ്പന പുറപ്പെടുവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ലോകം പലപ്പോഴും നമ്മോട് പറയുന്നത് എന്താണ്? എല്ലാവരും ചെയ്യുന്നത് ചെയ്യുവാനാണ് ലോകം നമ്മോട് പറയുന്നത്. ഇന്ന് സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പല തെറ്റുകളെയും ന്യായീകരിക്കുന്ന, പല ശരികളെയും തെറ്റ് എന്ന് പറയുന്ന ഒരു സമൂഹത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. പല തെറ്റുകളെയും നമ്മുടെ ജീവിതത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ചില കാര്യങ്ങളെ നാം എടുത്തു കഴിഞ്ഞാൽ ഇത് സാധാരണ എല്ലാവരും നടക്കുന്ന കാര്യങ്ങളല്ലേ. അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ ന്യായീകരിക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ ന്യായീകരിക്കുന്നു, മക്കളെ ന്യായീകരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ ദൈവം നമ്മോട് പറയുന്നത് എല്ലാവരും ചെയ്യുന്നത് ചെയ്യുവാനല്ല, നാം ശരിയായത് ചെയ്യുമോ എന്നാണ് ദൈവം നമ്മോട് ചോദിക്കുന്നത്. ഇന്ന് പലപ്പോഴും ആ ഒരു പ്രതിമയുടെ ഭാഗം മാറിയിട്ട് അതിനു പകരം നമ്മൾ ചിലപ്പോൾ പണത്തിനെ ആരാധിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടി നിൽക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പ്രശസ്തിക്ക് വേണ്ടി നിൽക്കുന്നവരായിരിക്കാം. എന്നാൽ ഒരു സാക്ഷി എന്ന നിലയിൽ നാം നിൽക്കേണ്ടുന്നത്, ലോകത്തിന്റെ എത്ര സമ്മർദ്ദം വന്നാലും നാം ദൈവത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ശരികളിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. രണ്ടാമതായി, യഥാർത്ഥ സാക്ഷ്യം അത് വിരോധത്തെ നേരിടും എന്ന് ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. യഥാർത്ഥ സാക്ഷ്യം വിരോധത്തെ നേരിടും. 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ 12ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന ചില യഹൂദന്മാരുണ്ടല്ലോ, ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല. അവർ തിരുമനസ്സിലെ ദേവന്മാരെ സേവിക്കുകയോ തിരുമനസ്സുകൊണ്ട് നിർത്തിയ സ്വർണബിംബത്തെയോ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്ന് വന്ന് പറയുന്ന ഒരു ഭാഗം. അതായത് രാജാവിന്റെ പടയാളികൾ അല്ലെങ്കിൽ
യഹൂദ പുരുഷന്മാരുടെ വിരോധികൾ വന്ന് പറയുകയാണ്, രാജാവിൻ്റെ അടുത്ത് വന്ന് പരാതിയായിട്ട് പറയുകയാണ്. കാരണം അവർ സമൂഹത്തിൽ നല്ല വ്യക്തികളായിരുന്നു, അവർ നല്ല ഗുണങ്ങൾ ഉള്ള വ്യക്തികളായിരുന്നു. എന്നാൽ അതുകൊണ്ട് ഇവരെ താഴ്ത്തി കെട്ടുവാൻ അല്ലെങ്കിൽ ഉപദ്രവിക്കുവാൻ വേണ്ടി ഉള്ള ഒരു ശ്രമമായിരുന്നു ഇവിടെ നടത്തിയത്. എന്നാൽ അവർക്കൊരു തീരുമാനം എടുക്കേണ്ടുന്ന ഒരു അവസരം, അതായത് ശദ്രക് മേശക് അബേദ്നെഗോവിന് ഒരു തീരുമാനം എടുക്കേണ്ടുന്ന ഒരു സമയമാണ്. അത് ഒരു ജീവിതത്തിന്റെ അല്ലെങ്കിൽ മരണത്തിന്റെ ഒരു തീരുമാനമായിരുന്നു. അവർ ജീവിക്കണമെങ്കിൽ അവർ എന്ത് ചെയ്യണമായിരുന്നു? രാജാവ് നിർത്തിയ പ്രതിബിംബത്തെ വണങ്ങണമായിരുന്നു. എന്നാൽ അവർ മരണത്തെയാണ് ചൂസ് ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. വിശ്വസ്തരായി നിൽക്കുന്നവർക്ക് തീച്ചൂളയുടെ അനുഭവം അല്ലെങ്കിൽ അവഗണനകൾ ഇപ്പോഴും നേരിടും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ പിന്തുടർന്നവർക്ക് അവർക്ക് പീഡനം സഹനമൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുമെന്ന് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് പലപ്പോഴും ഇങ്ങനെ കാണുന്ന അല്ലെങ്കിൽ ഈ കഷ്ടതകൾ നേരിടുന്ന അവസ്ഥകൾ നേരിടുന്ന വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കും. സത്യസന്ധമായി ജീവിക്കുന്നവരുടെ മുമ്പിൽ പരിഹസിക്കുന്നവരെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ശരിയായ വഴി തിരഞ്ഞെടുക്കുമ്പോൾ അതിനെ കുറ്റം പറയുന്ന വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കും. സാക്ഷ്യം എന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വഴിയെ തിരഞ്ഞെടുക്കുന്ന ഒന്നല്ല. സാക്ഷ്യം എന്ന് പറയുന്നത്, സാക്ഷ്യം ദൈവ വഴിയിൽ ജീവിക്കുക അല്ലെങ്കിൽ ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ജീവിതം നയിക്കുക എന്നതാണ് ഒരു സാക്ഷ്യം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവത്തെ പ്രതിഫലിക്കുവാൻ നമുക്ക് കഴിയണം. മൂന്നാമതായി, യഥാർത്ഥ സാക്ഷ്യം ഭീഷണിക്ക് മുമ്പിൽ പോലും വഴങ്ങില്ല. യഥാർത്ഥ സാക്ഷ്യം എന്ന് പറയുന്നത് ഭീഷണിക്ക് മുമ്പിൽ പോലും വഴങ്ങില്ല. 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 15ന്റെ അവസാന ഭാഗത്ത്, ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ്ടും നമസ്കരിപ്പാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന്, നമസ്കരിക്കാതിരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും എന്ന് കൽപ്പിക്കുന്ന ഒരു ഭാഗം. എന്നാൽ ഇത് അവരുടെ ജീവിതത്തെ പോലും മാറ്റിമറിക്കുന്ന ഒരു ഭാഗമായിരുന്നു. അവർക്ക് ജീവിതവും മരണവും ഉണ്ടായിരുന്നു. എന്നാൽ അവർ ഈ ഭാഗത്തും ഒരു തീരുമാനമെടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. 17 18 വാക്യങ്ങൾ നോക്കുമ്പോൾ അവർ എടുത്ത ഒരു തീരുമാനമാണ്, അവരുടെ വിശ്വാസത്തെയാണ് അവർ പറയുന്നത്. ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാമോ? 17 18. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുള്ളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നടത്തിയ സ്വന്തം ബിംബത്തെ നമസ്കരിക്കുകയില്ല. ഇതാണ് ഒരു യഥാർത്ഥ സാക്ഷ്യമെന്ന് നാം മനസ്സിലാക്കുക. എന്തു തന്നെ സംഭവിച്ചാലും അവർ ഇതുവരെ കരുതിയിരുന്ന, അവരെ വഴി നടത്തിയിരുന്ന ദൈവം ഈ ഒരു പ്രതിസന്ധിയിലും അവരെ വിടുവിച്ചില്ല എങ്കിൽ പോലും നീ നിർത്തിയ ബിംബത്തെ അല്ലെങ്കിൽ രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കയില്ല എന്നുള്ള ഒരു വിശ്വാസം, ഇത് തന്നെയാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്. നിബന്ധനകളില്ലാത്ത വിശ്വാസം. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവം അനുഗ്രഹിച്ച നാം ദൈവത്തെ സേവിക്കും അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കും. അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയാൽ നാം ദൈവത്തിൽ വിശ്വസിക്കും. അല്ലെങ്കിൽ എന്നും ആലയത്തിൽ കടന്നു വരുന്നവരാണെങ്കിൽ അവരും പറയും, എന്നും വരികയാണ് എങ്കിൽ നീ ഇന്ന കാര്യം എനിക്ക് വേണ്ടി നടത്തി തന്നാൽ ഞാൻ എന്നും ആലയത്തിൽ കടന്നു വരും എന്നൊക്കെ ഉള്ള ഒരു നിബന്ധനകൾ കൊണ്ട് നിർമ്മിച്ച ഒരു വിശ്വാസത്തിലാണ് ഇന്നത്തെ സമൂഹം ജീവിക്കുന്നത്. എന്നാൽ ആ നിബന്ധനകളൊന്നും ഇല്ലാത്ത ഒരു വിശ്വാസത്തെയാണ് ശദ്രക്കും മേശക്കും അബേദ്നെഗോവും നമുക്ക് അവരുടെ സാക്ഷ്യത്തിൽ നിന്ന്, അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണിച്ചു നൽകുന്നത്. നാലാമതായി, യഥാർത്ഥ സാക്ഷ്യം തീച്ചൂളയിൽ പോലും തെളിയും. യഥാർത്ഥ സാക്ഷ്യം തീച്ചൂളയിൽ പോലും തെളിയും. 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ 19ന്റെ അവസാന ഭാഗത്ത്, ചൂള പതിവായി ചൂട് പിടിപ്പിച്ചതിൽ 7 മടങ്ങ്
ചൂട് പിടിപ്പിക്കാൻ അവൻ കൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് 21 അവസാനം പറയുന്നുണ്ട്, എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളഞ്ഞു എന്ന്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ദൈവമക്കൾ ആയതുകൊണ്ട് നമുക്ക് തീച്ചൂള ഉറപ്പായിട്ടുണ്ട്. തീച്ചൂളയുടെ നടുവിലായിരിക്കും നമ്മൾ ആയിരിക്കുന്നത്. ഈ തീച്ചൂള എന്ന് പറയുന്നത് കഷ്ടങ്ങളായിരിക്കാം, രോഗങ്ങളായിരിക്കാം, ഭാരങ്ങളായിരിക്കാം, പ്രശ്നങ്ങളായിരിക്കാം. മനുഷ്യൻ നേരിടുന്ന എല്ലാവിധ പ്രശ്നങ്ങളെയും തീച്ചൂളയിൽ നമുക്ക് താരതമ്യം ചെയ്യാം. എന്നാൽ ആ തീച്ചൂളയുടെ നടുവിലും ദൈവം നമ്മോടൊപ്പം നിൽക്കുന്നു എന്ന് നാം മനസ്സിലാക്കുക. 24 വാക്യത്തിൽ അവസാന ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ, നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദിച്ചതിന് അവർ, സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. അതിന് അവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞു തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. ഇത് തന്നെയാണ് യഥാർത്ഥ സാക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്, ഒരുപാട് നന്മകൾ അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ അതിനെ സാക്ഷ്യമായിട്ട് മറ്റുള്ളവർ എടുത്ത് പറയുന്നതാണ് സാധാരണയായി നമ്മൾ കാണുന്നത്. എന്നാൽ ഇവിടെ രാജാവ് എന്താണ് കണ്ടത്? രാജാവ് കണ്ടത് അവരുടെ ഒപ്പം ഒരു ദൈവത്തെ, അവരുടെ പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കൂടെ രാജാവിന് കാണുവാൻ സാധിച്ചു. ഇത് അവർക്ക് അനുഗ്രഹം ലഭിച്ചു. എന്നാൽ ഇത് കാണുവാൻ ഇടയായത് ആർക്കാണ്? രാജാവിനാണ്. അല്ലെങ്കിൽ രാജാവിന്റെ കൂടെ നിന്ന ആൾക്കാർക്ക് ദൈവത്തെ കാണുവാൻ സാധിച്ചു. ഇതാണ് യഥാർത്ഥ സാക്ഷ്യം. നമ്മുടെ ജീവിതത്തിലൂടെ മറ്റൊരാൾക്ക് പ്രചോദനമാകുവാൻ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പുതിയൊരു ഉണർവുണ്ടാകുവാൻ സാധിക്കണം. അതാണ് യഥാർത്ഥ സാക്ഷ്യമെന്ന് നമുക്ക് മനസ്സിലാവും. 5-മതായി പറയുവാൻ ആഗ്രഹിക്കുന്നത്, യഥാർത്ഥ സാക്ഷ്യം ലോകത്തെ മാറ്റും. യഥാർത്ഥ സാക്ഷ്യം ലോകത്തെ മാറ്റും. 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ 27 അവസാനം ഇങ്ങനെ പറയുന്നുണ്ട്, ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും ഇരുന്നത് കണ്ട്, അപ്പോൾ നെബൂഖദ്നേസർ കൽപ്പിച്ചത്, ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിന്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ഒരു രാജാവ് പോലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു സംഭവത്തിന് ഈ 3 യുവാക്കളുടെ വിശ്വാസം കാരണമായി. ഒരു രാജ്യത്തിനു തന്നെ ഒരു മാറ്റം സംഭവിക്കുവാൻ, അല്ലെങ്കിൽ താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ഈ ദൈവത്തെ ആരാധിക്കുവാൻ, ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ രാജാവ് ഒരു പുതിയ കൽപ്പനയൊക്കെ പുറപ്പെടുവിക്കുന്നത് നമുക്ക് സാധിക്കും. ഇതാണ് യഥാർത്ഥ സാക്ഷ്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത് നാം മനസ്സിലാക്കുക. ഒരു മനുഷ്യന്റെ വിശ്വാസം കുടുംബത്തെ മാറ്റാം, സമൂഹത്തെ മാറ്റാം, അവന്റെ സഭയെ തന്നെ സ്വാധീനിക്കുവാൻ നമുക്ക് കഴിയും. ഈ 3 പേരും അവരുടെ വിശ്വാസത്തെയാണ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തത്. അവരുടെ വിശ്വാസം എങ്ങനെയുള്ളത് എന്ന് അവർ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. സമ്മർദ്ദത്തിൽ അവർ പതറിയില്ല, ഭീഷണിയിൽ മാറിയില്ല, തീച്ചൂളയിൽ പോലും അവരുടെ വിശ്വാസത്തിന് കുലുക്കം വന്നില്ല. അവർ എന്തു തന്നെ നേരിട്ടാലും അവർ ദൈവത്തെ മറുത്തു പറയത്തില്ല എന്ന് അവർ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലും ചെറിയ കാര്യങ്ങൾക്ക് പോലും വിശ്വാസം കാണിക്കുവാൻ, ചെറിയ കാര്യങ്ങൾക്ക് പോലും വിശ്വസ്തയോടെ നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും മറ്റുള്ളവരുടെ മുമ്പിലായാലും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ പോലും ഓരോ ചെറിയ കാര്യങ്ങളിലും വിശ്വസ്തയോടെ നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. ഇതുതന്നെയാണ് നമുക്ക് മറ്റുള്ളവരോട് പറയുവാനുള്ളത്. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർ ദൈവത്തെ കാണുവാൻ സാധിക്കണം. നമ്മുടെ കൂടെ ഒരു ആളുണ്ട്. നമ്മുടെ പ്രശ്നത്തിൽ, നമ്മുടെ പ്രതിസന്ധികൾ, ഘട്ടങ്ങൾ വരുമ്പോൾ നമ്മുടെ കൂടെ ഒരാൾ നിൽക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് തോന്നണം. അതാണ് ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന വ്യക്തികളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ ജീവിതം കണ്ടാൽ മറ്റാളുകൾ പറയണം, ഇവന്റെ കൂടെ ദൈവമുണ്ട്, അവളുടെ കൂടെ ദൈവമുണ്ട് എന്ന് പറയുവാൻ സാധിക്കും. അതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.